കള്ളനെ പിടിക്കാൻ ഓടുമ്പോൾ കള്ളൻ കള്ള എന്ന് പറഞ്ഞ് മുന്നിലോടിയാൽ ആരുമൊന്ന് സംശയിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF വർഗീയതയുമായി സന്ധി ചെയ്തു എന്ന ആരോപണം വരുമെന്ന് അവർ ഏറെ ഭയന്നിരുന്നു. ഡീൽ എന്ന ആരോപണം യഥാർത്ഥത്തിൽ ഒരു ഡീലാണ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ VD സതീശൻ അഡ്വക്കേറ്റ് P രാജുവിനോട് തോൽക്കുന്നു. 2001 VD സതീശന്റെ കന്നി നിയമസഭാ പ്രവേശനം. 2001 വിജയം എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ആലുവ സംഘ ജില്ലാ ഭൗതിക് പ്രമുഖും ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ RV ബാബു പറയുന്നത് ഇങ്ങനെ. 2001 2006 അദ്ദേഹം ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ സതീശൻ അതിനുവേണ്ടി വെല്ലുവിളിക്കുക. സതീശൻ എനിക്കെതിരെ നയ നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? 2006 MS ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് VD സതീശനാണ്. MS ഗോൾവാൾക്കറുടെ ഛായാചിത്രത്തിൽ കുനിഞ്ഞു നിൽക്കുന്നത് താനല്ല എന്നും ഈ ചിത്രം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച RV ബാബുവിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എവിടെ പോയി നിയമ നടപടി? MS ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ 90 ഡിഗ്രി കുഞ്ഞിൽ നിന്ന് വിളക്ക് കത്തിക്കുന്ന ആളാണ് VD സതീശൻ. അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരാൾ മാതൃഭൂമിയിലെ പ്രമുഖനായിട്ടുള്ള പത്രപ്രവർത്തകൻ P രാജനാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. മറ്റൊരാൾ RSSന്റെ 16 വർഷക്കാലം പ്രചാരകമായിട്ട് പ്രവർത്തിച്ചിരുന്ന RV ജയകുമാർ എന്റെ സഹോദരൻ തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഈ ഗോൾവാൾക്കറിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. MS ഗോൾവാൾക്കറുടെ ചിത്രമുണ്ട്, അതിന് മുന്നിൽ കുനിഞ്ഞു നിന്ന ഒരു വിളക്ക് കൊളുത്തുന്ന ചിത്രമാണ്. ഈ വിളക്ക് കൊളുത്തുന്നു പറഞ്ഞാൽ പോലെ കുനിയാതെ വിളക്ക് കൊളുത്താൻ പറ്റുമോ? പാലക്കാട് ഡീൽ ഉണ്ടാക്കിയെന്നാണ് ആക്ഷേപം. UDFന്റെ എല്ലാ ആരോപണങ്ങളും ഒറ്റ റൂട്ടിലൂടെയാണ് വരിക. ഇത്തവണയും റൂട്ട് മാറിയില്ല. പാലക്കാട് CPM മുസ്ലിം സമുദായത്തിലുള്ള സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? ആ സെഗ്മെന്റിലെ വോട്ടുകൾ ഭിന്നിക്കാനാണ്. CPM ചെയ്തിരിക്കുന്നത് പാലക്കാട് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥി അത് UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് BJP ജയിപ്പിക്കും. CPM-ഉം BJP-യും തമ്മിൽ ഡീലാണ് എന്നതാണ് പാലക്കാട്ടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. BJP-യും CPM-ഉം തമ്മിൽ ഡീലുണ്ടോ? പാലക്കാട് ഡീലുണ്ടോ? ഇടതുപക്ഷം പാലക്കാട് നിർത്തിയ NMR റസാഖ് UDF-നെ അസ്വസ്ഥമാക്കുന്നത് എങ്ങനെയാണ്? സുന്നി നേതാവ് വഹാബ് സഖാഫി മമ്പാട് ചോദിക്കുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി പട്ടിക മുസ്ലിം മുക്തമായാലേ BJP-യെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന ആഖ്യാനം ഉണ്ടാക്കുന്നത് ആരാണ്? ഇതാണോ പാലക്കാട് മണ്ഡലത്തിലെ ഡീൽ വിവാദത്തിലൂടെ സ്ഥാപിക്കാൻ പോകുന്നത്? അത്തരം സാഹചര്യം ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ അതിനെതിരെ കൂടെ വിധിയെഴുതാനുള്ള ജനാധിപത്യ ബോധം വോട്ടർമാരിൽ സൃഷ്ടിക്കുകയല്ലേ മതേതര മുന്നണികൾ ചെയ്യേണ്ടത്? ഇത്തരമൊരു ആശയം ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കും? നമ്മൾ പറയുന്ന മതേതര ബോധത്തിന്റെ താല്പര്യം അപ്പോൾ പിന്നെ എന്താണ്? യഥാർത്ഥത്തിൽ ഈ വിവാദത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നത് ഒരുതരം മൃദുഹിന്ദുത്വവാദമല്ലേ? നാം തന്നെ ഓരോ മണ്ഡലവും ജാതിയും മതവും നോക്കി ഓരോ വിഭാഗങ്ങൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാലക്കാട് UDF-നെ ജയിപ്പിക്കാൻ ഇറങ്ങുകയാണോ LDF ചെയ്യേണ്ടത്? പാലക്കാട് BJP മുക്തമാക്കാനുള്ള രാഷ്ട്രീയ പക്വത UDF-നുണ്ടോ? 2021 മുതലാണ് BJP പാലക്കാട് പിടിമുറുക്കിയത്. BJP-യിലേക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട പാലക്കാട് മണ്ഡലം എത്ര നിരുത്തരവാദപരമായാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തത്. 2021 ജയിച്ച ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ പോയി. അതിനകം തന്നെ ലൈംഗിക അതിക്രമ പരാതി അഭിമുഖീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വന്തം ഇഷ്ടപ്രകാരം മത്സരിപ്പിച്ചു. തുടർന്ന് മാങ്കൂട്ടത്തിനെതിരെ ഇന്നേ വരെ ഉയരാത്ത ലൈംഗിക അതിക്രമ ഭ്രൂണഹത്യ ആരോപണങ്ങൾ. മാങ്കൂട്ടത്തിന് ശേഷം അടുത്ത സ്ഥാനാർത്ഥിയെ ഷാഫി തീരുമാനിക്കുന്നത് എറണാകുളത്ത് താമസിക്കുന്ന ഒരു സിനിമാ നടൻ, രാഷ്ട്രീയം പറയാൻ അറിയാത്തവരാണ്. ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പുച്ഛിക്കുന്ന ആൾ, നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന വ്യക്തി. പാലക്കാടിനെ UDF രാഷ്ട്രീയമായി സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് ഇനിയും മുന്നോട്ട് പോകണോ മതേതര രാഷ്ട്രീയം? ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മതേതര മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയ LDF-നെ കുറ്റം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ BJP-യെ സഹായിച്ച അതേ രാഷ്ട്രീയമാണ് ഇവിടെയും പറയുന്നത്. 10 വർഷത്തെ കേരള വികസനം ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് UDF-ന്റെ നിശ്ചയം. അതുകൊണ്ടാണ് ഇതുവരെ ഇല്ലാത്ത ഡീൽ ആരോപണവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ചാനലുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 2021 മുതൽ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും നഖശിഖാന്തം എതിർക്കുന്ന മുന്നണിയുടെ പേരാണ് UDF. 2016-2021 കാലഘട്ടത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങളാണ് 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
ഉജ്ജ്വല വിജയത്തിന്റെ കാരണമെന്ന തിരിച്ചറിവാണ് 2021 മുതൽ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് UDF എത്താൻ കാരണം. അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, ഒരു മത്സരം വെക്കണം. VD സതീശൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതെങ്കിലും പ്രസംഗത്തിൽ എന്റെ നാട് എന്ന് പരാമർശിച്ചിട്ടുണ്ടോ എന്ന്. പിണറായി വിജയൻ എന്റെ നാട് എന്ന് പരാമർശിക്കാത്ത ഏതെങ്കിലും പ്രസംഗം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇതൊരു മത്സരത്തിന്റെ സമയമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കേരളത്തിൽ മതേതരം ഊട്ടിയുറപ്പിച്ചതിനുള്ള ഏക ഉത്തരവാദി. വർഗീയത ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, എവിടെയെങ്കിലും തലപൊക്കിയാൽ അടിച്ചമർത്തിയതുകൊണ്ടാണ്. മലയാളികൾ ഇതിനകം തിരിച്ചറിഞ്ഞ പൊളിഞ്ഞു പാളിസായ നുണപ്രചരണമാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും അജണ്ടയായി ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം നയിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് നേടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉറപ്പായി ഞാൻ കരുതുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റ സീറ്റും കിട്ടാൻ പാടില്ല. BJPക്ക് സീറ്റില്ല എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ എല്ലാ വർഗീയതയും അറബിക്കടലിൽ എടുത്തെറിയാനുള്ള ഉത്തരവാദിത്തം മലയാളികൾക്ക്. മതനിരപേക്ഷതയുടെ